ഹലോ. ഇന്ന് നമ്മളൊരു ഗേറ്റ് ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ കാണുന്ന ഗേറ്റ് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പം അതിൻ്റെ വർക്കുകൾ നമുക്ക് കാണാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3x1.5 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്രെയിം, 3x1 പൈപ്പ്, പിന്നെ 3x3 പൈപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് സംബന്ധമായ ഗേറ്റ്, റൂഫിങ്, ഗ്രിൽസ് അങ്ങനെയുള്ള വർക്കുകളുടെ വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പോളികാർബണേറ്റ് അങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കണ്ട് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഫ്രെയിമിനുള്ള പൈപ്പ് മുറിച്ച് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3x1 പൈപ്പ് വെൽഡ് ചെയ്യണം. അങ്ങനെ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് സിമ്പിളാണെങ്കിലും ഇപ്പോഴത്തെ മോഡലുകൾ ഇങ്ങനെയുള്ള സിമ്പിൾ ഗ്രേറ്റുകളാണ്. ഇപ്പോൾ പിന്നെ CNC കട്ടിങ്, HPL ഷീറ്റൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ പറഞ്ഞാൽ പെയിൻറ്റ് നമുക്ക് വെറൈറ്റി കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻ്റ് അടിക്കാം, വർഷാവർഷത്തിൽ പെയിൻറ്റ് മാറണമെങ്കിൽ മാറ്റാം. അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള സിമ്പിൾ മോഡലുകൾ ഉപയോഗപ്പെടും. HPL ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ലുക്ക് ഉണ്ടാവും. പിന്നെ ആ ഒരു ലുക്ക് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ആ ഷീറ്റ് മാറ്റുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം അതിൽ പെയിൻ്റൊന്നും അടിക്കാൻ പറ്റില്ല. പിന്നെ CNC കട്ടിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ CNCക്ക് വെറൈറ്റി കളറുകളൊക്കെ കൊടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഗേറ്റുകളൊക്കെ പണിയുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മിനിമം 16 ഗേജെങ്കിലും, ഫ്രെയിം 14 ഗേജും മറ്റുള്ള പൈപ്പൊക്കെ 16 ഗേജെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 14 ഗേജൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഇത് ഫുൾ ടൈം, അതായത് 365 ദിവസവും മഴ നനഞ്ഞ് ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ പരമാവധി അത്യാവശ്യം നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലാസ്റ്റിങ് കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള ഗേറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ റേറ്റൊക്കെ തർക്കിച്ച് 1000-നും 2000-നും വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയി കഴിയുമ്പോഴത്തേക്കും അതിനുള്ള ക്വാളിറ്റി, അതായത് ആരും നഷ്ടത്തിൽ വർക്ക് ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ആയിരിക്കില്ലല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള പൈപ്പുകളും മെറ്റീരിയലും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്താലല്ലേ നമുക്ക് മുതലാവുള്ളൂ. അപ്പം അത്യാവശ്യം ഗേറ്റൊക്കെ വെക്കുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അത്യാവശ്യം റേറ്റും ആയാലും അതിനുള്ള രീതിയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇത് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് മെയിൻ. എപ്പോഴും നനഞ്ഞിരിക്കുന്നതല്ലേ. കാരണം മെയിൻ്റെനൻസ് ഒക്കെ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. എന്ത് സാധനം ചെയ്താലും മെയിൻ്റെനൻസ് എന്ന് പറയുന്ന സംഭവം അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ പിന്നെ ഗേറ്റൊക്കെ ഇഷ്ടംപോലെ മോഡൽ ഗേറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോരാൾക്കും ഓരോ താല്പര്യങ്ങളായിരിക്കില്ലേ, അതിനനുസരിച്ചുള്ള ഗേറ്റുകൾ ഫിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ പുതിയ പുതിയ മോഡലുകളൊക്കെ പരീക്ഷിക്കുക. അപ്പം ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മോഡലാണ്. അധികം റേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.